ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു കിഡിലായിട്ട് വേണ്ട കേട്ടോ. നോക്കിക്കേ, ഈ സാധനം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണേ. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൈറ്റമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പഴം വെച്ചാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഏത്തപ്പഴമോ ചിങ്ങമ്പഴമോ അങ്ങനെ എന്ത് പഴം വെച്ച് നമുക്ക് ചെയ്യാം. അത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ, അത് വേകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ പഴം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ആ മിക്സ് ചെയ്ത് രണ്ടും കൂടി, ആ ശർക്കരയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണേ. അതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സിക്ക് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് പാൽ തന്നെയാണ്, വേറെ നമുക്കിനി വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് പാൽ മാത്രം എടുത്താൽ മതി. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യിൽ കാഷ്നട്ടും അതുപോലെ കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ഇടുന്നതെല്ലാം, നെയ്യിലല്ല വറുത്തിടുന്നത്, ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നെയ്യ് അതിൻ്റെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വന്നവരെ നമുക്ക് മിക്സാക്കി കൊണ്ടുവന്നിരിക്കാം. ലാസ്റ്റ് കുറച്ച് ഏലക്കാപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. നമ്മുടെ പഴവും കുറച്ച് ശർക്കരയും ഇതേപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷ് റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കൊന്നാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനതും കുറച്ച് പപ്പടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കഴിച്ച് നോക്കിക്കോ. കിട്ടില്ലനാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.